നമ്മുടെ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമൊന്നുമല്ല ജൂപ്പിറ്റർ. ഭൂമിയിൽ നമുക്ക് കാലുറച്ച് നിൽക്കാൻ സാധിക്കും, പക്ഷേ ജൂപ്പിറ്ററിൽ ആർക്കും പോയി നിൽക്കാൻ സാധിക്കില്ല. കാരണം അവിടെ നിൽക്കാൻ കൃത്യമായിട്ടുള്ള ഒരു പ്രതലമില്ല. അവിടുത്തെ പ്രതലവും അന്തരീക്ഷവും പരസ്പരം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. അവിടെ അടങ്ങിയിരിക്കുന്നത് വാതകങ്ങളാണ്. പ്രധാനപ്പെട്ട അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹീലിയവും ഹൈഡ്രജനുമാണ്. അതെ, നമ്മുടെ സൂര്യന് സമാനമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും, അതുപോലെ സൂര്യനിലും ഹൈഡ്രജനും ഹീലിയവുമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൂപ്പിറ്ററിനെ എല്ലാവരും പരാജയപ്പെട്ട നക്ഷത്രമെന്ന് വിളിക്കുന്നത്. ഇപ്പോഴുള്ള മാസിൻ്റെ 75 മുതൽ 80 ഇരട്ടി മാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നക്ഷത്രമായി മാറിയേനെ. അത് വളരെയധികം മാസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിനെ പരാജയപ്പെട്ട ഒരു നക്ഷത്രമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്ന മറ്റൊരു സെലസ്റ്റിയൽ ബോഡിയുണ്ട്, അതാണ് ബ്രൗൺ ഡ്വാർഫുകൾ. ബ്രൗൺ ഡ്വാർഫിന് അതിൻ്റെ ഇപ്പോഴുള്ള മാസിൻ്റെ ഒരു 13 ഇരട്ടി മാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു നക്ഷത്രമായി മാറിയേനെ.